Hi guys, welcome to Fan Perspective. So, as I promised, ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളോട് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഐ ട്രൈ ടു ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് ഫാൻസ്. അപ്പോൾ ഫസ്റ്റ് ഫാൻ കുറച്ച് വിവരവും വെള്ളിയാഴ്ചയുള്ള ഒരാളാവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മുടെ ദിസ് ഇസ് ജോ പോൾ, ലിവർപൂൾ ഫാനാണ്, ഹാർഡ് കോർ ലിവർപൂൾ ഫാനാണ്. അപ്പോ വെൽക്കം ജോ. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന് തൊട്ട് മുന്നേ ഉള്ള ലിവർപൂൾ സിറ്റി ആ മാച്ച് നടന്ന ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ കാര്യം തന്നെയാണ്. സോ അധികം കളയുന്നൊന്നും ടൈമൊന്നും കളയുന്നില്ല, ജസ്റ്റ് സ്ട്രേറ്റ് ടു ദാറ്റ് കോൺട്രവേഴ്ഷ്യൽ തിങ്. സോ ജോ, സ്റ്റാർട്ടിങ് തന്നെ ചോദിക്കാനുള്ളത്, വുഡ് ദാറ്റ് ഡെസിഷൻ ലൈക്ക് ആ ഡെസിഷൻ അങ്ങനെ ആ ഒരു സമയത്ത് ഗോള് കൊടുത്തിരുന്നെങ്കിൽ കാര്യമായ ചേഞ്ചസ് ലിവർപൂളിന്റെ അതിനുശേഷമുള്ള കളിയിൽ വരുമെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ചിലപ്പോ പറയാൻ പറ്റത്തില്ല. ഇത് ഫുട്ബോൾ ആ സമയത്ത് 1-0 ആയിരുന്നു സ്കോർ. ചിലപ്പോ 1-1 ആയിരുന്നെങ്കിൽ ഏതൊരു മൊമെന്റത്തിന്റെ കളിയില്ല, ചിലപ്പോ ലിവർപൂള് തിരിച്ചു വന്നെ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അത് 3-0 ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആള് വളരെ മോശമായിട്ട് അത് കളിച്ചേക്കുന്നത്. അത് ഒരു സ്ട്രക്ചർ ഇല്ലാത്ത കളിയായിട്ട് എനിക്ക് തോന്നി. ലിവർപൂളിന്റെ ഒരു പ്ലാൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം വളരെ മോശം പ്രകടനമായിരുന്നു ആ കളി. പ്രത്യേകിച്ച് കൊണാട്ടെ എല്ലാവർക്കും കൊണാട്ടെ ഈ സീസൺ തുടങ്ങുന്ന സമയത്ത് കുറെ എറേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊണാട്ടെ വാസ് സ്റ്റാർട്ടിംഗ് ടു ഗെറ്റ് ദാറ്റ് റിതം. റെഡി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസണെ വെച്ച് നോക്കുവാണെങ്കിൽ സീസൺ ഭയങ്കര ഫോം ഔട്ടാണ്, വളരെ ഫോം ഔട്ടാണ്. അതാണ്. പിന്നെ അതെ, ആ ഡിസിഷൻ ചിലപ്പോ പറയാൻ പറ്റത്തില്ല, ഫുട്ബോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ, പക്ഷെ നമ്മുടെ ഈ റൈവൽ ഫാൻസ് ഇപ്പൊ അറിയാലോ, ഞാൻ ഒരു ഹാർഡ് കോർ യുണൈറ്റഡ് ഫാനാണ്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ റൈവൽ ഞാനൊന്നുമല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോപ്പർ റൈവൽസ് സിറ്റിയാണ്, നിങ്ങൾക്കറിയാം. അപ്പോ കഴിഞ്ഞ കുറെ സീസൺ ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള റൈവലറിയും പെപ്പും ക്ലോപ്പും തമ്മിലുള്ള റൈവലറി ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് എക്സൈറ്റിംഗ് ആണ് സംഭവം, പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി. അപ്പോ റൈവൽ ഫാൻസ് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ ആ ഡിസിഷൻ കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ പൊതുവെയുള്ള സ്ട്രക്ചറിലൊക്കെയുള്ള പ്രശ്നമായിരുന്നു എന്നാണ് പറയുന്നത്. വിച്ച് ഇസ് ട്രൂ ടു എൻ എക്സ്റ്റെന്റ്. അത് ജോവും അംഗീകരിക്കുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷെ ആ ഡിസിഷൻ, ആ വാൻ ഡൈക്കിന്റെ ആ ഹെഡർ, അവിടെ ശരിക്ക് ഞാനൊരു ന്യൂട്രൽ ഫാൻ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പോ ഒരു ബയസ് ഉണ്ടാവും. ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബയസ് ആണ്. അപ്പോ എനിക്ക് തോന്നിയേക്കണത്, സ്കൈ സ്പോർട്സിന്റെ ഇവന്റ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് ഡോക്കു ആണ്. അതിപ്പോ നിങ്ങളെ ലിവർപൂൾ ഫാൻസും അങ്ങനെ തന്നെയാ അതിലെ നിൽക്കുന്നത് ഡോക്കുമായിട്ടാണ് എനിക്കും തോന്നിയത്. പക്ഷെ റോബർട്ട്സൺ ആ പന്ത് വന്നപ്പോ തന്നെ പെട്ടെന്ന് ടക്ക് ചെയ്തു. പക്ഷെ അവനത് റിയാക്ട് ചെയ്യുന്ന ടൈമും ഉണ്ട്, എനിക്കത് മനസ്സിലാവാത്ത പെട്ടെന്ന്. പക്ഷെ അവനെ ഓൺ ഫീൽഡ് തന്നെ വിളിച്ചത്. പിന്നെ അവര് വീണ്ടും ഓവർ ചെക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കെതിരെ? അതിപ്പോ ഞാൻ പറയുന്നില്ല, ഇതിപ്പോ പൊതുവെയുള്ള മാൻ സിറ്റി റൈവൽസ് ആയിട്ടുള്ള ഫാൻസ് പറയുന്നത് മൈക്ലോ ലിവർ അവരുടെ 12th മാൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. അത് കുറെ കളികൾ ഇപ്പൊ കഴിഞ്ഞ വട്ടം ഇതുകളി എനിക്ക് ഓർമ്മയില്ല, ഓടേഗാർഡ് ഹാൻഡ് ബോൾ വല്ല ജസ്റ്റ് ഉരുട്ടി പോകുന്നുണ്ട്. അവൻ വീണപ്പോഴത്തേക്ക് ആ പന്തിനെ ബോളിനെ ജസ്റ്റ് കൈവച്ച് ഉരുട്ടി പോകുന്നുണ്ട്. പക്ഷെ അത് റഫറുടെ ഫ്രണ്ട് വെച്ചാൽ റഫറുടെ ഒന്നും വിളിച്ചില്ല. അങ്ങനെ അതിന് മുമ്പ് യൂറൻ ക്ലോപ്പിന്റെ കളികളിൽ തമ്മിലുള്ള സമയത്തും കുറെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്, കുറെ അൺഫെയർ ആയിട്ട്. ഇപ്പോ കുറെ യെല്ലോ കാർഡ്സ്, അങ്ങനെ എനിക്ക് സഡിയമായിട്ട് ഫസ്റ്റ് റെഡ് കാർഡ് കിട്ടിയ ഇൻസിഡന്റ് ഉണ്ട്. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. നമ്മുടെ ഈ റൈവൽ ഫാൻസിന്റെ ഒരു വേറൊരു വാദം ഈ 100 പോയിന്റ്സ് എന്ന സംഭവം. അപ്പോ ഒരു ക്ലിയർ ഫേവർ സിറ്റിക്ക് ഉണ്ടെന്നാണോ? ലിവർപൂൾ ഫാൻ എന്നുള്ള രീതിയിലല്ല, ഒരു ന്യൂട്രൽ ഫാൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോ സിറ്റി, ലിവർപൂൾ, യുണൈറ്റഡ് ഈ ടോപ്പ് 4 റേസ് ഒന്നും ഇല്ലാതെ ഒരു വേറെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ സിറ്റിക്ക് ഒരു എഡ്ജ് ഉണ്ടോ എപ്പോഴും റെഫറിയുടെ സൈഡിൽ ഇവിടുന്നൊക്കെ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലാവും ചില സീസണിൽ ചില സമയത്ത് ചില കളികൾ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് പറയുന്നത് ശരിയല്ല. പക്ഷെ നമുക്ക് ചിലപ്പോ നമ്മളെ ഫാൻസ് ആയിട്ട് നമ്മൾ ബയാസ് ആയിട്ട് തോന്നിയായിരിക്കും. ചിലപ്പോ നമുക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അത് മറ്റു ഫാൻസ് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ലാസ്റ്റ് ഓർമ്മ വന്നേ ലിവർപൂളിനെതിരെ വന്ന വാൻ ഡൈക്കിന്റെ ഒരു ACL ഇഞ്ചറി വന്നൊരു ഇഞ്ചറി ഉണ്ട്. ആ സമയത്ത് പിക്ഫോർഡ് ഒരു ഹാർഷ് ചാലഞ്ച് ആയിരുന്നു. അതിന് റഫറി ഒന്നും ചെയ്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുറെ നോക്കിയത് PJ മോളിന്റെ അകത്ത് നമ്മള് കുറെ കംപ്ലൈന്റ്സിനകത്ത് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഇട്ടേ ലിവർപൂൾ, അവർ അപ്പോളജൈസ് ചെയ്തേക്കുന്നത് ലിവർപൂളിന്റെ മോളുടെ മെയിൻ പ്രസിഡന്റ് മറ്റേ ഹോവർഡ് ആണല്ലോ. അയാളുടെ പ്രീമിയർ ലീഗ് റഫറിംഗ് സീസണുകളിലൊക്കെ കോൺട്രവേഴ്സിക്ക് പേര് കേട്ട ആളാണ് ഹോവർഡ്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ സീൻ വരുന്ന പറഞ്ഞാൽ ഇതുപോലെ ബിഗ് ഫിക്സ്റ്റേഴ്സ്
അതിന്റെ കളി ഭയങ്കരമായിട്ട് കളി മാറും. അതായത് മതി. ഇപ്പൊ യൂറൻ ക്ലോപ്പിന്റെയും മാൻ സിറ്റിയുടെ ആ ഒരു പീക്ക് ടൈമിൽ ജസ്റ്റ് ലീഗൊക്കെ പോകുന്നത് 1 പോയിന്റ് 2 പോയിന്റൊക്കെ, അത് ഒരു കളിയിലെ മോശമായിട്ട് ഡിസിഷൻ മതി, ഒരു കോൺട്രവേഴ്ഷ്യൽ ഡിസിഷൻ മതി കളിയുടെ ഫുൾ മാറ്റാൻ വേണ്ടി, നമുക്ക് ലീഗ് തന്നെ പോകാൻ വേണ്ടി. അപ്പോ ഓക്കെ, ഇതിപ്പോ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ്, ബോറിംഗ് ആണ്. സോ ആസ് എ ഹാർഡ് കോർ ലിവർപൂൾ ഫാൻ, വേർ യു സീ ആക്ച്വലി ലിവർപൂൾ ഈ സീസൺ? കുറെ അഭിപ്രായങ്ങളാണ് അല്ലെ, കാരണം ഞാൻ കുറ്റം പറയുന്നതല്ല, ബ്രിട്ടീഷ് റെക്കോർഡ് ബ്രേക്കിംഗ് സൈനിങ്സ് രണ്ടാള്. ബട്ട് എനിക്കറിയാം നല്ലൊരു ടാലന്റ് തന്നെയാണ്. വേർഡ്സ് ഒന്നും മോശം, കുറെ ഫാൻസ് മോശം പ്ലെയർ, ഒരിക്കലും മോശം പ്ലെയർ അല്ല, നല്ലൊരു ടാലന്റ് തന്നെയാണ്. വേർഡ്സ് ആണെങ്കിലും ഇസാക്ക് പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലെയർ ആണ്. വാട്ട് ഇസ് ലാക്കിംഗ് ഇൻ ദ ടീം? ലൈക്ക് ആ കൊഹീസീവ്നെസ് ആണോ, അതോ എന്തെങ്കിലും സംതിങ് നീഡ്സ് ടു ബി ആഡഡ് ആണോ, അതോ മാനേജിങ്ങിന്റെ പ്രശ്നമാണോ? ഇസാക്കിന്റെ കാര്യമാണെങ്കിൽ ഇസാക്ക് ഫിറ്റ് അല്ല, പക്ഷെ അവന്റെ കരിയർ ഫുള്ള് നോക്കുവാണെങ്കിൽ തന്നെ പുള്ളിക്ക് ഇടയ്ക്ക് ഇതുപോലെ ഇഷ്യൂസ് വരാറുണ്ട്, ഇഞ്ചുറീസ് വരാറുണ്ട്. പക്ഷെ അത് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ന്യൂകാസിന്റെ കഴിഞ്ഞ സീസൺ ആണ് പുള്ളി പ്രോപ്പർ ആയിട്ട് നല്ല ഗോൾ ഔട്ട്പുട്ട്സ് കിട്ടിയ ഒരു പ്രോപ്പർ ഇഞ്ചുറി ഒന്നും വരാത്തൊരു സീസൺ. അതിന് മുമ്പ് അല്ല പുള്ളിയുടെ കരിയർ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരുന്നത്, ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണ്. അപ്പൊ ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആണെന്നാണ് പറയുന്നത്. മിസ്റ്റേക്ക് ആയി. പക്ഷെ പുള്ളി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള് ഇപ്പോ ഫ്ലോറിമിഡ്സിന്റെ തൊട്ട് 9 വർഷം ഒരു ACL ഇഞ്ചുറി വന്നു. പക്ഷെ പുള്ളി ഭയങ്കര കിടുവായിട്ട് ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പൊ ഇഞ്ചുറി നമുക്ക് അങ്ങനെ എഴുതള്ളാൻ പറ്റത്തില്ല. റോഡ്രിക്ക് ബാലൻഡിയർ കേഴ്സ് പോലെ, ബാലൻഡിയർ കിട്ടിയ അടുത്ത സീസൺ ഔട്ട് ആവുന്ന പോലെ നമുക്ക് അത് പറയാൻ പറ്റില്ല. അത് എപ്പോ വേണം നമുക്ക് പ്ലേയേഴ്സ് ബൗൺസ് ബാക്ക് ചെയ്യാൻ, അത് മെന്റൽ സംഭവം തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇസാക്കിന്റെ ഇപ്പൊ അതാണ് ഇഷ്യൂ. ഇസാക്ക് പിന്നെ ഞാൻ നോക്കുമ്പോൾ നമ്മളൊരു സ്ട്രൈക്കറായിട്ട് നിൽക്കുവാണെങ്കിലും ഹ്യൂഗോക്കിറ്റേക്ക് കൊണ്ടുവരുന്നു. പുള്ളി ഫസ്റ്റ് കളി തന്നെ നല്ല പ്രകടനമായിരുന്നു, ഏറ്റവും മോശം മാച്ച്. അപ്പോ സ്വാഭാവികമായിട്ട് ഇസാക്കിനെ കൊണ്ടുവരുന്നു. ഇസാക്ക് പോകുമ്പോൾ ഇസാക്ക് എല്ലാവരായിട്ടൊന്നും സിങ്ക് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അവൻ ഒരു 60 മിനിറ്റ് ആയപ്പോൾ അവന്റെ ഭാഗത്ത് ഒരു ഗോൾ ഔട്ട് വന്നില്ല. സ്വാഭാവികമായിട്ട് അവൻ വിളിച്ചു ഇപ്പൊ എനിക്ക് കോച്ച് തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഹ്യൂഗോക്കിറ്റേക്ക് റെഡിയാണ്, അപ്പൊ അവന് തന്നെ ചിലപ്പോ ഒരു കോൺഫിഡൻസ് കാണത്തില്ല. സ്വാഭാവികമായിട്ട് അത് ഗ്രാജുവലി ഇമ്പ്രൂവ് ആവത്തേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. എനിക്ക് പേഴ്സണലി തോന്നിയത് നിങ്ങൾക്ക് ഇസാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഓൾറെഡി ഫ്ലോറിയൻ വേർഡ്സ് വന്നിട്ട് ടീമുമായിട്ട് ഒന്ന് ജെല്ലാവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതായിട്ട് മാത്രമേ, കാരണം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോ എന്താ പറയാ, നമ്മുടെ ഒരു പുതിയ സൈനിങ് വരുമ്പോ ഇപ്പൊ മൂവ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത്, മൂവ് ഒക്കെ വേൾഡ് ക്ലാസ് ആൾക്കാരെ സൈൻ ചെയ്ത് അത് ഇന്റഗ്രേറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കുറെയൊക്കെ. കാരണം ഏത് ടീമിൽ പോയാലും അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ശൈലിയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ആർസെനൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഇന്റർവ്യൂ കേട്ട ഇങ്ങനെ ഒരു 3 പ്ലെയറോ അല്ലെങ്കിൽ 4 പ്ലെയറോ നമുക്ക് സ്ക്വാഡിൽ കയറ്റാൻ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം. ഒരു 6-7 മെയിൻ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അത് നമ്മളൊരു ഓഫീസ് സെറ്റപ്പിൽ തന്നെ ആലോചിച്ചാൽ നമ്മള് ടീമിൽ തന്നെ 2 പേരെ മാറ്റുകൊണ്ട് ബാക്കി 3 പേർക്ക് അവർക്കൊരു പൊസിഷൻ കാണും, അവർക്ക് ഒരു സംസാരിക്കാൻ അറിയാം, കമ്മ്യൂണിക്കേഷൻ കാണും പ്രോപ്പർ ആയിട്ട്. ഇപ്പൊ തന്നെ മോസല പറയുന്നുണ്ട്, മോസലക്ക് ഡാർവിനോട്സിന്റെ ലൂയിസ് ഡിയാസിന്റെയും അവരുടെ മേക്ക് ചെയ്യുന്ന റണ്ണ്, അവരെ പാസിന് വരുന്നത്, ഇതെല്ലാം പുള്ളിയുടെ ബാക്ക് തന്നെ അറിയാൻ പറ്റും. അതേസമയം ഹ്യൂഗോക്കിറ്റേക്കും ഇസാക്കും ഒക്കെ അവര് കളിച്ചു വരുന്നേ ഉള്ളൂ. ട്രെയിനിങ് കളിച്ച് ആ പയ്യെ ആ കെമിസ്ട്രി ബിൽഡപ്പ് ആവുന്നേ ഉള്ളൂ. അപ്പൊ അതെന്തിനുള്ള ടൈം ഒപ്പിടും. കാരണം ഇവരെല്ലാം 11 മെയിനുള്ള പ്ലേയേഴ്സ് തന്നെ. ഫോറിമിഡ്സ് ഉണ്ട്, ഹ്യൂഗോക്കിറ്റേക്ക് ഇസാക്ക് കാണും, ലെഫ്റ്റ് സൈഡിൽ കെർക്കസ് ഉണ്ട്, ഇവരെല്ലാം കളിക്കുന്നത് തന്നെ. അപ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് ആ ഒരു കോഷൻ വരാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് ടൈം എടുക്കും. പക്ഷെ നമ്മള് ഏറ്റവും വലിയ പ്രഷർ വരാൻ കാരണം ലിവർപൂൾ ഏത് ബിഗ് 4 ടീം ആണെങ്കിലും ഇങ്ങനെ പെർഫോം ചെയ്തില്ലെങ്കിൽ ക്രിറ്റിസിസം കിട്ടും. അത് നാച്ചുറൽ ആയിട്ടൊരു കാര്യം. വേറൊരു കാര്യം എനിക്ക് തോന്നിയതാണ്, കെർക്കസിന്റെ സൈഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ ലിവർപൂളിനെതിരെ കളിക്കുമ്പോ എല്ലാവരും? അതെ, എനിക്ക് ഒരു കളി കളിച്ചത് ആർസണലിനെതിരെയാണ് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം പുള്ളിയുടെ എനിക്ക് വന്നത് പുള്ളിയുടെ പ്രൊഫൈല് തെറ്റിപ്പോയി കിടക്കുന്നത്. പുള്ളി കഴിഞ്ഞ വട്ടം ബോൺമത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ലെഫ്റ്റ് സൈഡ്. പുള്ളി ഇപ്പൊ ഇവിടെ കളിപ്പിക്കുന്ന കുറച്ചുകൂടെ ബാലൻസ് ആയിട്ടാണ് കളിപ്പിക്കുന്നത്. പുള്ളിക്ക് അത്ര ഫ്ലറിഷുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ പുള്ളി എല്ലാവരും ഉൾപ്പെടുത്തണമെങ്കിൽ സിസ്റ്റം ഫുള്ള് മാറ്റേണ്ടി വരും. എനിക്ക് വന്ന് പുള്ളിയുടെ വീക്ക്നെസ് ആയിരിക്കും മേ ബി ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ. അതിന് കുറച്ചും കൂടെ പ്രഷർ കൊടുത്തായിരിക്കും ഇപ്പോഴത്തെ ടാക്ടിക്കലി പുള്ളിയെ കളിപ്പിക്കുന്നത്. കാരണം ഞാനൊക്കെ കണ്ടേക്കുന്നത് വെച്ചാൽ ആ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ റോബർട്ട്സൺ അങ്ങ് അഴിഞ്ഞാടുന്ന കണ്ടേക്കുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഓവർലാപ്പിംഗ് റൺസും പ്രോപ്പർ ആയിട്ടുള്ള ബോൾസും ഓവർ ദ ഡയഗണൽ ബോൾസും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്കോട്ടിഷ് പ്ലെയർ. അത് തന്നെയാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ആ ഒരു റോബർട്ട്സിന് ഇപ്പൊ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഏജ് ക്യാച്ചപ്പ് ചെയ്ത് പുള്ളിക്ക് സ്വാഭാവികമായിട്ട് പേസ് നഷ്ടപ്പെട്ടു. പക്ഷെ പുള്ളി എന്നാലും ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കർക്കസിനേക്കാൾ നല്ലൊരു ഡിഫെൻസീവ് സെന്റർ ബാക്ക് ആണ്
സെന്റർ ബാക്ക് അല്ല, ലെഫ്റ്റ് ബാക്ക് ആണ്. കാരണം കർക്കസിനെ മാറ്റിയിട്ട് റോബർട്ട്സിനെ ഇറക്കിയപ്പോഴത്തേക്ക് ലിവർപൂളിലെ കളി ആകെ മാറും. അതെ, ആകെ മാറും. പിന്നെ പ്രായം അനുസരിച്ച് നമ്മള് ഇപ്പൊ എന്താ പറയുന്ന കുറച്ചും കൂടെ ഈ ഗെയിംസിനകത്ത് തന്നെയുള്ള കാര്യങ്ങൾ അറിയാം. നമുക്ക് എപ്പോ ടാക്കിൾ ചെയ്യണം, എപ്പോ ഒരു പ്ലെയറിനെ പോയി ഇറിറ്റേറ്റ് ചെയ്യണം, എപ്പോ അങ്ങനെയുള്ള ഒരു മെന്റൽ പാറ്റേൺ കൂടെ ഇവന് പയ്യനാണ് കർക്കസ്. അപ്പൊ ടൈം എടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ബോൾമത്തിൽ പ്ലേയേഴ്സിനെയൊക്കെ പണ്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്തോ നമ്മുടെ ബ്രൈറ്റണിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സിന്റെ ഭയങ്കര പാടാ വേറെ ടീമിൽ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ബ്രൈറ്റണി ഭയങ്കര ബ്രൈറ്റണി സൂപ്പർ കളിയായിരുന്നു സീസൺ. പുള്ളിയെ അവിടെ കൊണ്ടുവന്ന പുള്ളി ശോകമായിരുന്നു. പക്ഷെ കളിക്കുന്നുണ്ട്. വേറെ കാര്യം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജാവോ പെഡ്രോ ചെൽസിയിലേക്ക് പോയി, അത് അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ജാവോ പെഡ്രോ ആ ലോൺ സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുമ്പോൾ ഒന്നും ആവുന്നില്ല. ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ ഫോൾസ് നൈനോ ഒക്കെ ആവുമ്പോഴേ അത് ആവുന്നുള്ളൂ. ഇപ്പൊ നമ്മളുമായിട്ട് ബലേബേനെ ലിങ്ക് ചെയ്ത് അന്ന് മുതൽ ബലേബേനെ താളം തെറ്റിയിരിക്കുക. ബലേബക്ക് ആ ഒരു പ്രഷർ ഭയങ്കര വലിയൊരു ഇതായി പോയി. പക്ഷെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇഷ്ടംപോലെ പേരാ. എലിയറ്റ് ആൻഡർസൺ, അഡം ബോട്ടൻ, ജാവോ ഗോമസ്, കാർലോസ് ബലേബ. അപ്പോ ആരാ എന്താ വേണ്ടത് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ബോട്ടം ലൈൻ ചോദിക്കാനാണെന്ന് വെച്ചാൽ സ്ലോട്ടിന് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വലിയ പ്രശ്നമുണ്ടെന്നല്ല ലിവർപൂളിന് പറയുന്നത്, പക്ഷേ സ്ലോട്ടിന് ക്രൈസിസ് ഉണ്ട്. ക്രൈസിസ് മാനേജ്മെന്റില് ഹൗ കോൺഫിഡന്റ് ആർ യു ഓൺ സ്ലോട്ട്? ഞാൻ ശരിക്കും പറഞ്ഞ കോൺഫിഡന്റ് ആണ്. കാരണം കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ ഫ്ലൈയിങ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസൺ പുള്ളി സലയുടെ മാക്സിമം ഔട്ട്പുട്ട് എടുത്ത്, അത് മേ ബി ഒരു ടാക്ടിക്കൽ ട്വീക്ക് ആയിരിക്കും പുള്ളിയെ കൊണ്ട് മാക്സിമം. സലയ്ക്ക് പ്രത്യേകിച്ച് പിന്നെ എന്താ സല ഒരു ഫ്രീ റോം ആയിരുന്നു. എന്താ വെച്ചാൽ പുള്ളിക്ക് അറ്റാക്ക് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഈ വട്ടം ഇത്തരം പ്ലേയേഴ്സ് വന്നപ്പോ തന്നെ ഫ്ലോറിൻ വിർട്സ് എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് പഴയ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. പിന്നെ ട്രെൻഡ് പോയി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഞാനിത് വിഷമിക്കാൻ പറയുന്നില്ല, പക്ഷെ ഈ സീസൺ തുടങ്ങുമ്പോ ഞാനോ ലോകത്തിലെ ഒരു യുണൈറ്റഡ് ഫാനും ലിവർപൂൾ ഫാനും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ നവംബർ മാസത്തെ ഇന്റർനാഷണൽ ബ്രേക്കിന് പോകുമ്പോ നമ്മുടെ താഴെയായിരിക്കും ലിവർപൂൾ. അത് ആരും വിചാരിച്ചില്ല. അപ്പൊ അതൊരു വല്ലാത്ത ക്രൈസിസിലുള്ള. അപ്പോ ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അല്ല അതെ ഞാനും വിചാരിച്ചത്. പക്ഷെ റൂബൻ അമറിൻ എന്താ ചെയ്തത് മനസ്സിലായി വരുന്നുണ്ട്. പക്ഷെ റൂബൻ അമറിൻ ആൾക്കാർ ഫോർമേഷൻ മാറ്റാൻ പറഞ്ഞു. ഫോർമേഷൻ മാറ്റാതെ തന്നെ അതേ ഫോർമേഷനിൽ ചെറിയ ചെറിയ ട്വീക്കുകൾ വരുത്തിയിട്ട് ബെറ്റർമെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. സോ എനിവേസ് ആ ഡിസിഷൻ വല്ലാതെ എഫക്ട് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെ? മറ്റേ സിറ്റി എനിക്ക് അത് പറയാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഡെമോൺ ഗാലഗർ ഒക്കെ സ്കൈ സ്പോർട്സിന്റെ ഇവന്റിൽ നമ്മള് കണ്ടു. അത് വൃത്തിക്ക് പറയുന്നുണ്ട്. ഡോക്കു ആണ് ആ റേഞ്ച്, ആ എന്താ പറയാ, ആ വിഷന്റെ റേഞ്ചിലുള്ളത്. അതിന്റെ തൊട്ടിപ്പുറത്താണ് റോബർട്ട്സൺ ഡക്ക് ചെയ്തു. റോബർട്ട്സൺ ആകെ ചെയ്യാൻ പറ്റുന്ന ഡക്കിംഗ് ആണ്. ലൈക്ക് പെട്ടെന്ന് ആ ഡക്ക് ചെയ്യലാണ്. അത് അവൻ ചെയ്തു. ഇനി എന്തായാലും നോക്കാത്ത എന്തിനായിരുന്നു ഈ വാർ നമ്മൾ കുറെ വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. എനിവേസ് thanks for like giving his feedback on that controversial decision and Liverpool's run during in this upcoming season. Hopefully Liverpool നന്നായി ഫ്ലറിഷ് ആവട്ടെ, കൂട്ടത്തിൽ നമ്മളും ഫ്ലറിഷ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഞാനൊരു ഇപ്പോ ലീഗ് പോകുന്ന തോന്നുന്നു, ലീഗ് ഓൾറെഡി പോയി. ശരിക്കും റോയ്ക്കും പറഞ്ഞിട്ട് നല്ല മോശം ചാമ്പ്യൻസാ. അടുത്ത ബേസിക്കലി നമ്മളൊരു ടോപ്പ് 4 ഐഡിയയിൽ അതാണ് നമ്മുടെ ആഗ്രഹം. കുറച്ചുകൂടെ പുഷ് ചെയ്യണമെന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് ആൻഫീൽഡ് ഉള്ളതുകൊണ്ട് വിശ്വാസമുണ്ട്. സെക്കൻഡിലേക്ക് നമ്മൾ അടിച്ചു കയറി വരും. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഹോപ്പ്ഫുള്ളി നമ്മൾ രണ്ട് ക്ലബും ടോപ്പ് 4 ഫിനിഷ് ചെയ്യട്ടെ. താങ്ക്സ് സോ മച്ച്.